Celebrating the World Physiotherapy Day 2020, we staff from BCF College of Physiotherapy held at Indo-American Hospital, Vaikam, Kottayam, a message about the preventive measures and increasing our own immune system. Hello everyone. ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനാണല്ലോ പൊതുജനങ്ങളായ നമ്മളേവരും മാസ്ക് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൈകൾ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ പുറംഭാഗം സ്പർശിക്കരുത്. മൂക്കും വായും മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാസ്ക് കഴുത്തിലേക്ക് ഊരിയിടാതെ അത് കംപ്ലീറ്റായി ഊരി മാറ്റിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഉപയോഗിച്ചതിന് ശേഷം മാസ്ക് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. അത് ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസ് ചെയ്തതിന് ശേഷം കൈകൾ വൃത്തിയാക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതിനോടൊപ്പം സാമൂഹിക അകലം പാലിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവരുമായി 1 മീറ്റർ അകലം പാലിക്കുക. ഒത്തുകൂടൽ ഒഴിവാക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുക. അതോടൊപ്പം പേഴ്സണൽ ഹൈജീൻ കൂടി ശീലമാക്കുക. കൈകൾ വൃത്തിയാക്കുമ്പോൾ കൈകളിലെ ആഭരണങ്ങളും വൃത്തിയാക്കുക. കൈപ്പത്തികൾ മാത്രം വൃത്തിയാക്കാതെ ഫോറാമും വൃത്തിയായി സൂക്ഷിക്കുക. താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ശാരീരിക അകലം, സാമൂഹിക അകലം, ഏകാന്തവാസം തുടങ്ങി നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. റീഹാബിലിറ്റേഷനിൽ വന്നേക്കാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ പ്രിയപ്പെട്ടവരുമായി മനസ്സ് തുറക്കുക എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ടെക്നോളജി ഇന്ന് വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശാരീരികവും സാമൂഹികവുമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി കണക്റ്റഡ് ആയിരിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് മനസ്സ് തുറക്കൂ. നമ്മുടെ സങ്കടങ്ങളുടെയും ഉത്കണ്ഠകളുടെയും കൂട്ടിൽ ഒറ്റപ്പെട്ടു പോകാതെ പുറത്തേക്ക് വരൂ. ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കൂ. എപ്പോഴും കണക്റ്റഡ് ആയിരിക്കൂ. എപ്പോഴും പോസിറ്റീവായിരിക്കൂ. കോവിഡ് മാത്രം നെഗറ്റീവ് ആകട്ടെ. നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് COVID-19 ഫിസിയോതെറാപ്പിസ്റ്റുകളും എന്നുള്ള വിഷയത്തിലാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ എപ്പോഴും രോഗികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവരാണ്. അതിനാൽ തന്നെ അവർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ അവർ സ്വയം രോഗബാധിതരാകാതിരിക്കാനുള്ള കരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. സ്വയം രോഗബാധിതരാവാതിരിക്കാനുള്ള കരുതലുകൾ ഇങ്ങനെയാണ്: മാസ്ക് ഉപയോഗിക്കുക, ഫേസ് ഷീൽഡ് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക, PPE കിറ്റുകൾ ധരിക്കുക, ഫിസിയോതെറാപ്പി പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് സ്വയം ടോയ്സ് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുക. ഗേറ്റ് ട്രെയിനിങ് ഏരിയയിൽ പേഷ്യൻറ്റിൻ്റെ സ്വന്തം ക്രച്ചസ് തന്നെ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുക. ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളും വയറുകളും ഡെയിലി സാനിറ്റൈസ് ചെയ്ത് വയ്ക്കുക. മെഷീനുകൾ, ക്ലിനിക്കിലെ വസ്തുക്കൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കേസുകൾ ഡെയിലി സാനിറ്റൈസ് ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പേഷ്യൻറ്റിനെ സ്പർശിച്ചുള്ള ചികിത്സകൾ നടത്തുക. അവസാനമായി പറയട്ടെ, എന്തെങ്കിലും ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. സെൽഫ് ഐസൊലേഷനിലേക്ക് മാറുക. ഇത്രയും പറഞ്ഞു നിർത്തട്ടെ. സ്റ്റേ സേഫ്. ഹലോ എവ്രിവൺ. ഈ COVID-19 കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്നാണ് റെഗുലർ എക്സസൈസസ് അല്ലെങ്കിൽ കൃത്യമായ വ്യായാമങ്ങൾ. നമ്മളെല്ലാവരും 30 മിനിറ്റെങ്കിലും സാമാന്യ വേഗതയിൽ നടക്കണം. ഈ സാഹചര്യത്തിൽ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളായ മെയിൻ റോഡുകൾ, സ്കൂൾ ഗ്രൗണ്ടുകൾ, ബൈപ്പാസുകൾ എല്ലാം ഒഴിവാക്കി നമ്മളുടെ വീട്ടുമുറ്റമോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഓപ്പൺ ടെറസോ നമുക്ക് വ്യായാമത്തിനായി ഉപയോഗിക്കാം. പുഷപ്സ്, സ്ക്വാട്ടിംഗ് എക്സസൈസസ്, ലഞ്ചസ്, വാൾ സിറ്റ്സ്, ക്രഞ്ചസ് ആൻഡ് പ്ലാങ്ക് എക്സസൈസസ് മുതലായ എക്സസൈസുകൾ ഒരു ഉപകരണത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്.
തീവ്രമായ വ്യായാമങ്ങൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി അഥവാ നമ്മളുടെ പ്രതിരോധശേഷിയെ കുറയ്ക്കുമെന്നുള്ള പല പഠനങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രേഡഡ് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ക്രമത്തിലുള്ള വർധനവാണ് എക്സസൈസുകളിൽ ചെയ്യേണ്ടത്. പനി, തുമ്മൽ മുതലായ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ എക്സസൈസുകൾ നിർത്തി എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടേണ്ടതാണ്. സ്റ്റേ സേഫ്. In this context of World PT Day, I would like to share a few words to my dear friends. Here I would like to mention a large category of pediatric population who are receiving their daily PT activities in special schools or even in rehabilitation centers. അതായത് അവർ ഒരു ലാർജ് കാറ്റഗറി നമ്മൾക്ക് വിട്ടുപോകുന്ന ഒരു കൂട്ടരാണ് ഡിസേബിൾഡ് ചിൽഡ്രൻ. അവർ അവരുടെ ഡെയിലി പി ടി റിസീവ് ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് ഓഫ് ദിസ് കറൻറ്റ് സിനാരിയോ ആൻഡ് ലോക്ക്ഡൗൺ സ്റ്റാറ്റസ് ദേ ആർ മിസ്സിംഗ് ദാറ്റ്. And we all know some of our friends are doing online PT activities. That is very good. But some are feeling like they are not getting their results up to what is expected by them. It is probably because of lack of proper instructions. There is a study in Australian Journal of PT which suggests that the online education programs were not coming up to the result because of lack of instructions as well as lack of compliance with exercise by the child's parents or helpers. So the actual thing we have to do is give proper instructions about the time, duration and also about the type of exercises, and also we have to educate the parents. So നമുക്ക് ഒന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, രണ്ടാമത് പേരൻസിനോട് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്യണം. വി ആർ ഗിവിംഗ് എക്സസൈസസ് ഇൻ ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. അറ്റ്ലീസ്റ്റ് അവർ എയിം എന്ന് പറയുന്നത് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ എയിം വിച്ച് ഈസ് ഓൾറെഡി അച്ചീവ് ബൈ ദ ചൈൽഡ് ഇൻ ദ പ്രീ പാൻഡമിക് സ്റ്റേജ്. ആ ഫങ്ഷണൽ ലെവലെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓൾസോ വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ റെസ്പിറേറ്ററി fitness because these children are not active in this lockdown status. They are comparatively inactive, so they may develop respiratory complications. Hence respiratory fitness training programs are also very important. And not the least is the nutrition, because ആ കുട്ടികൾ ആരും ഇപ്പോൾ തന്നെ സ്പെഷ്യൽ സ്കൂൾസിലോ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലോ ഒന്നും എത്തുന്നുണ്ടാവില്ല. അതിലൊരു മൈനോറിറ്റി ഓഫ് പോപ്പുലേഷനിൽ ന്യൂട്രീഷണൽ പ്രോബ്ലംസും കാണും. These nutritional problems may also hamper our effort of physios. So these three things we have to keep in mind. Also we need to stay alert about the current guidelines by WHO and the local government. We need to stay calm and face the crisis, and also we can contribute by appropriate medical services to the frontline practices. നമുക്ക് നമ്മളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന മെഡിക്കൽ practices contribute ചെയ്യാം. We can reduce the workload of frontline practitioners. That is my small message. Thank you. Hello everyone. In this present situation of COVID-19 pandemic, I think all of you are getting enough time spending with your family as well as engaging yourselves in daily exercise programs. As a cardiorespiratory physiotherapist, I feel that it is worth for you to include breathing exercises along with your daily exercise program. While doing breathing exercise, sit in a quiet place and also take care that you should sit erect. Take deep breaths through the nose and try to hold it for 3 to 4 seconds and then breathe out through the mouth. This you should do at least for 10 times. After that, you can make a forceful cough, and a forceful coughing out will help to eliminate all the secretions in your respiratory pathway. You can also include the movements, especially the movements of the arms. Like if you take deep breaths, so you can move your arms up and take deep breaths and breathe out
while your arms getting down. At least you can spend 10 minutes time for breathing exercise. This will help your lungs more healthier and more stronger. That's all. Thank you. On this World Physiotherapy Day, 2020. My message to you is Proud to be physio. Stay positive. And stay healthy. And we will overcome.